ഇനി ഈ ലിങ്ക് നമുക്ക് എന്ത് ചെയ്യണം? ആളുകളിലേക്ക് എത്തിക്കണം. അതായത് ഇന്റർനെറ്റിലേക്ക്, സോഷ്യൽ മീഡിയയിലേക്കൊക്കെ വരുന്ന ആളുകളുടെ മുൻപിലേക്ക് നമുക്ക് ഈ ലിങ്ക് എത്തിക്കണം. അതിനുവേണ്ടി ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യണം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഈ ഇന്റർനെറ്റിലേക്ക് വരുന്ന ഏതൊരാൾക്കും തന്നെ അവരുടേതായിട്ടുള്ള ഒരു മോട്ടീവ് ഉണ്ടായിരിക്കും. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും ഒരു ഇന്റർനെറ്റിലേക്ക് വന്നിട്ടുണ്ടായിരിക്കുക. ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്, അതല്ല എന്നുണ്ടെങ്കിൽ സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു മോട്ടീവിന് വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ആളുകൾ ഇന്റർനെറ്റിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു ലിങ്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ സോഷ്യൽ മീഡിയകളിലേക്കൊക്കെ പോസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനിലേക്കൊക്കെ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മെജോറിറ്റി ആളുകളും അത് മൈൻഡ് ചെയ്യാതെ പോവുകയാണ് ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും നമ്മളൊരു അഫിലിയേറ്റ് ലിങ്ക് അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് അഫിലിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. എന്തെങ്കിലും ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് നിഷാണോ ചെയ്യുന്നത്, അതായത് നിഷ് മീൻസ് കാറ്റഗറി, എന്ത് കാറ്റഗറി ആണോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഏറ്റവും അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള, ഇന്റർനെറ്റിൽ അത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ആണ്. അതായത് ആർട്ടിക്കിളുകൾ എഴുതുക. ഉദാഹരണത്തിന് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിക്ക് ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ എഴുതുക. ബെസ്റ്റ് 5 വെയിറ്റ് ലോസ് ടിപ്സ്, അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ, അതായത് ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് അതിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് വെക്കാൻ. അതല്ലാതെ ഡയറക്റ്റ് നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് അല്ലെങ്കിൽ ഈ ഒരു ലിങ്ക് നേരിട്ട് നമ്മളുടെ സോഷ്യൽ മീഡിയകളിലേക്കും സെർച്ച് എഞ്ചിനുകളിലേക്കൊക്കെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡയറക്റ്റ് പേസ്റ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആളുകൾ ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ആളുകൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് നമുക്ക് ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. അവരുടെ അറ്റൻഷൻ നമുക്ക് കിട്ടും, യൂസറിന്റെ അറ്റൻഷൻ നമുക്ക് പെട്ടെന്ന് കിട്ടും. ആ അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, ആ ലിങ്ക് അല്ലെങ്കിൽ ആർട്ടിക്കിളാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആർട്ടിക്കിളിന്റെ ഉള്ളിൽ വേണം പിന്നെ നമ്മുടെ ഈ ഒരു ലിങ്ക് വെക്കാൻ വേണ്ടിയിട്ട്. ആ ആർട്ടിക്കിൾ വായിച്ചു വരുന്ന ഒരാൾക്ക് എന്ത് ചെയ്യണം, പിന്നീട് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സെയിൽ പേജിലേക്ക് എത്താൻ സാധിക്കണം. വളരെ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് 20,000 രൂപയുടെ താഴെയുള്ള ഒരു മൊബൈൽ ഫോൺ വാങ്ങണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ മൊബൈലുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ വന്നിട്ട് ജസ്റ്റ് അതിനെക്കുറിച്ച് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഏതൊക്കെയാണ് 20,000 രൂപയുടെ താഴെ വാങ്ങാൻ പറ്റുന്ന മൊബൈൽ ഫോണുകൾ എന്നുള്ളത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കും. നിങ്ങളൊരു മൊബൈൽ ഫോൺ എടുക്കുന്ന സമയത്ത് ഒന്ന് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗൂഗിളിലൊക്കെ വന്ന് നോക്കിയിട്ടുണ്ടായിരിക്കും ഏത് മൊബൈൽ ഫോണാണ് നമ്മുടെ ഒരു പ്രൈസിന് ഒതുങ്ങുന്ന രീതിയിൽ ഏത് മൊബൈൽ ഫോണാണ് ബെറ്റർ എന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഗൂഗിളിൽ ബെസ്റ്റ് മൊബൈൽ അണ്ടർ 20,000 എന്നുള്ളത് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് സെർച്ച് റിസൾട്ടുകളൊക്കെ ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കാം, mysmartprice.com എന്ന് പറയുന്ന സൈറ്റിന്റെ ഒരു റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ Gadgets 360 എന്നൊക്കെ പറയുന്ന ഒരുപാട് റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൈറ്റിലൊക്കെ തന്നെ എനിക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കിടക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എന്തൊരു പ്രൊഡക്റ്റ് നമ്മൾ അഫിലിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് യൂസർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവരതിൽ ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ 20,000 രൂപയുടെ താഴെയുള്ള ഒരു മൊബൈൽ ഫോൺ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇത്തരത്തിലൊരു ആർട്ടിക്കിൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, അവർ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ 20,000 രൂപയുടെ താഴെ നമുക്കിപ്പോൾ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മൊബൈൽ ഫോണുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈറ്റ് മാത്രം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ആദ്യം വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റിലേക്ക് തന്നെ നോക്കുകയാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അടങ്ങുന്ന മറ്റൊരു പേജിലേക്ക് ഇപ്പോൾ അത് പോയി. എന്നിട്ട് അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നും അതുപോലെ ക്രോമ എന്ന് പറയുന്ന സ്റ്റോറിൽ നിന്നും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ഗോ ടു സ്റ്റോർ എന്ന് പറയുന്ന കണ്ടന്റ് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇത് നേരെ ഫ്ലിപ്കാർട്ടിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ റീഡയറക്റ്റ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്കറിയാലോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, അവരുടെ അഫിലിയേറ്റ് ലിങ്ക് വഴിയാണ് ഇപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അതായത് അവരുടെ ആ വെബ്സൈറ്റിന്റെ ഓണേഴ്സിന്റെ അഫിലിയേറ്റ് ലിങ്ക് വഴിയാണ് ഞാനിപ്പോൾ ഈ ഒരു പേജിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ അതിന്റെ സെയിൽസ് പേജാണ്. ഓക്കെ, ഇതിപ്പോൾ അതിന്റെ സെയിൽ പേജാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇത് പർച്ചേസ് ചെയ്ത് എന്ത് സംഭവിക്കും, 15,990 രൂപയാണ് ഇതിന്റെ എമൗണ്ട്. അപ്പോൾ അതിന്റെ ഒരു നല്ലൊരു പെർസെൻറ്റേജ് ആ ആർട്ടിക്കിൾ എഴുതിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സൈറ്റിന്റെ ഓണേഴ്സിന് ലഭിക്കും. ഇത് നമ്മൾ ഒരാൾ മാത്രമായിരിക്കില്ല ഇങ്ങനെ വരുന്നത്, ഒരുപാട് പേര് കണ്ടന്റ് ഇതുപോലെ സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ഓവറോൾ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ ആളുകൾ ഇതുപോലെ സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് അവർ പർച്ചേസ് ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യും, നല്ലൊരു കമ്മീഷൻ ഇവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇനി മറ്റൊരു ഒറ്റ വെബ്സൈറ്റ് കൂടി നമുക്ക് നോക്കാം, Gadgets 360 എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഇതിലും ഇവർ ബെസ്റ്റ് മൊബൈൽ ഫോൺസ് അണ്ടർ 20,000 ഇൻ ഇന്ത്യ ഒരു ആർട്ടിക്കിൾ പോലെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ താഴെ എല്ലാ മൊബൈലുകളും ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്ന്, അതുപോലെ ആമസോണിൽ നിന്ന്,
ഓക്കെ, നമുക്ക് ഇവിടെ അങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടുന്ന് നമുക്കിപ്പോൾ ഈ ഒരു മൊബൈലിൻ്റെ സ്പെക്കൊക്കെ കണ്ട് ഇഷ്ടമായി, ഈ പ്രൈസും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബൈ അറ്റ് എന്ന് കൊടുത്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് എങ്ങനെയാണ്, അവരുടെ അഫിലിയേറ്റ് ലിങ്ക് വഴി. ഓക്കെ, ഈ വെബ്സൈറ്റിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് വഴിയാണ് ഈ പ്രൊഡക്റ്റിലേക്ക് എത്തുന്നത്. അതായത് ഇതിൻ്റെ സെയിൽ പേജിലേക്ക് നമ്മൾ എത്തുന്നത്. ഈ സെയിൽ പേജിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എന്ത് ചെയ്യും, ഇതിൻ്റെ നല്ലൊരു കമ്മീഷൻ ആ വെബ്സൈറ്റിൻ്റെ ഓണർക്ക് ലഭിക്കുന്നതാണ്. വെബ്സൈറ്റിൻ്റെ ഓണർക്കോ അല്ലെങ്കിൽ ആർട്ടിക്കിൾ എഴുതിയ ആൾക്കോ അത് ലഭിക്കുന്നതാണ്. ആരുടെയാണ് അഫിലിയേറ്റ് ലിങ്ക്, അതിൽ അവർക്ക് മീൻസ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു അഫിലിയേറ്റ് ലിങ്ക് വഴിയാണ്. ഈ ബട്ടണിനകത്ത് ഒരു അഫിലിയേറ്റ് ലിങ്ക് ഉണ്ട്. ഓക്കെ, ഈ അഫിലിയേറ്റ് ലിങ്ക് വഴിയാണ് ഇപ്പോൾ നമ്മൾ ആ ഒരു സെയിൽ പേജിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ആ അഫിലിയേറ്റ് ലിങ്ക് ആരുടെയാണോ അവർക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടും നമ്മൾ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ മൊബൈൽ ഫോണിൽ നിന്ന് മാത്രമല്ല ഒരുപാട് കണ്ടന്റുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വെയിറ്റ് ലോസിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ മൊബൈൽ ഫോൺ ആണെങ്കിലും സ്മാർട്ട് വാച്ച് ആണെന്നുണ്ടെങ്കിലും ഹെൽമെറ്റുകൾ, ലാപ്ടോപ്പുകൾ, എന്ത് കണ്ടന്റ് ആണെങ്കിലും നമുക്ക് എടുത്തിട്ട് അഫിലിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ആമസോണിലും എല്ലാവരും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സെക്ഷൻ ഉള്ളതാണ്. എല്ലാ വെബ്സൈറ്റുകൾക്കും ഉള്ളതാണ്. ക്ലിക്ക് ബാങ്ക് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ജെവിസു, അതുപോലെ ഡിജിസ്റ്റർ 24 അങ്ങനെ പറയുന്ന വെബ്സൈറ്റുകൾ മാത്രമല്ല, നോർമലി ഉള്ള ഒട്ടുമിക്ക വെബ്സൈറ്റുകളും അത് അവർ പ്രൊഡക്റ്റുകൾക്ക് അഫിലിയേറ്റ് കൊടുക്കുന്നുണ്ട്. കാരണം അങ്ങനെ ചെയ്യുന്നതോടുകൂടി അവരുടെ സെയിൽ കൂടുകയാണ്, പ്രൊഡക്റ്റുകളുടെ സെയിൽ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരു കണ്ടന്റ്, ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് യൂസർക്ക് കൊടുത്തിട്ട് അതിലൂടെ അഫിലിയേറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അഫിലിയേറ്റ് ലിങ്കിലൂടെ സെയിൽ പേജിലേക്ക് ആളുകളെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് സെയിൽ പേജാണ്. ഇതെന്ന് പറയുന്നത് സെയിൽ പേജാണ്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, കണ്ടന്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ക്ലിക്ക് ബാങ്കിൽ എക്സിപ്യൂറിന്റെ സെയിൽ പേജൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പ്രൊഡക്റ്റിന്റെ റിവ്യൂസ് ഒക്കെ അടങ്ങുന്ന ആ ഒരു പേജ് ഇവിടെ അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ താഴെ ഉണ്ടായിരിക്കും. പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് റിവ്യൂ കാര്യങ്ങളൊക്കെ താഴെ ഉണ്ടായിരിക്കും. അതുപോലെ അതിന്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും എന്തൊക്കെയാണെന്നുള്ളത്. കാരണം ഇതാണ് ഇതിന്റെ സെയിൽ പേജ് എന്ന് പറയുന്നത്. എന്താണ് ആ പ്രൊഡക്റ്റ് എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇവിടുന്ന് കണ്ടന്റ് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതാണ് ഈ പർച്ചേസ് ചെയ്യുന്ന പേജിനെയാണ് നമ്മൾ സെയിൽ പേജ് എന്നുള്ളത് മുൻപ് നമ്മൾ പഠിച്ചതാണ്. ഇനി അപ്പോൾ ഈ പേജിന് പറയുന്ന പേരാണ് ലാൻഡിംഗ് പേജ് എന്നുള്ളത്. അതായത് നമ്മൾ യൂസേഴ്സിനെ കൊണ്ടുവന്നത് ഒരു ആർട്ടിക്കിളിലേക്കോ, ഇനി അതല്ല ചിലപ്പോൾ വീഡിയോകളായിരിക്കും. നമ്മളിപ്പോൾ യൂട്യൂബിലാണ് ഇത് ചെയ്തത് എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് മൊബൈൽ ഫോൺ അണ്ടർ 20,000 ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ അത് യൂട്യൂബിലെ ആ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ അവിടുത്തെ ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ലാൻഡിംഗ് പേജിൽ നിന്ന് എന്ത് ചെയ്യും, പിന്നെ നമ്മൾ നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് ത്രൂ സെയിൽ പേജിലേക്ക് ആളുകളെ റീഡയറക്ട് ചെയ്യും. ഓക്കെ, അതാണ് ഈ ലാൻഡിംഗ് പേജ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി എന്താണ് ലാൻഡിംഗ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസറുകൾ, അതായത് യൂസേഴ്സിന് വേണ്ടിയിട്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് യൂസേഴ്സിനെ കൊണ്ടുവരിക. അപ്പോൾ എന്താണ് ലാൻഡിംഗ് പേജ് എന്നുള്ളത് കൂടി ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മുടെ പോയിന്റ് സെക്ഷനിൽ 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലാൻഡിംഗ് പേജ് ആണ്. ഓക്കെ, ലാൻഡിംഗ് പേജ് അതായത് ട്രാഫിക് സോഴ്സിലൂടെ നമ്മൾ നേരെ സെയിൽ പേജിലേക്ക് കൊണ്ടുപോകാതെ ആളുകൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ എന്തെങ്കിലും കൊടുത്തിട്ട് അങ്ങോട്ടൊന്ന് ആദ്യം ആളുകളെ കൊണ്ടുവരിക. അത് ലാൻഡിംഗ് പേജിലേക്ക് ആളുകൾ കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് ത്രൂ ആളുകളെ സെയിൽ പേജിലേക്ക് എത്തിക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അതിന്റെ ഇടയിലുള്ള ആ ഒരു പേജിനെ പറയുന്ന പേരാണ് ലാൻഡിംഗ് പേജ് എന്നുള്ളത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് എല്ലാ സമയത്തും ഈ ലാൻഡിംഗ് പേജിന്റെ യൂസേജ് വന്നു പോകണമെന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സമയങ്ങളിൽ ഡയറക്റ്റ് സെയിൽ പേജ് തന്നെ കൊടുക്കാൻ സാധിക്കും. എസ്പെഷ്യലി നമ്മുടെ കയ്യിൽ ഷോർട്ട് ടേൺ ചെയ്തിട്ടുള്ള ലിങ്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്കത് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളൊരു ഫേസ്ബുക്ക് പേജ് അഡ്മിൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ എന്തെങ്കിലും പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയെന്ന് വിചാരിക്കാം. അപ്പോൾ ആ പേജിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ ഷോർട്ട് ടേൺ ചെയ്തിട്ടുള്ള ലിങ്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ലാൻഡിംഗ് പേജിന്റെ ആവശ്യമില്ല. കാരണം ആ പേജിൽ തന്നെ ഓൾറെഡി നിങ്ങൾ കണ്ടന്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ ശരിക്കും ആ ഒരു ഫേസ്ബുക്ക് പേജ് തന്നെയാണ് നമ്മുടെ ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ സെപ്പറേറ്റ് ഒരു പേജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആർട്ടിക്കിളുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെയാണ് നമുക്ക് ലാൻഡിംഗ് പേജ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് യൂസേഴ്സിന്റെ ഡാറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, യൂസേഴ്സിന്റെ മീൻസ് നമ്മുടെ വിസിറ്റേഴ്സിന്റെ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാൻഡിംഗ് പേജിന്റെ യൂസേജ് വേണ്ടി വരും. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പെയ്ഡ് അഡ്വർടൈസിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വിസിറ്റേഴ്സ് നമുക്ക് വരും. കാരണം നമ്മൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ അഡ്വർടൈസ് ചെയ്യുന്ന സമയത്ത് ആ അഡ്വർടൈസ് ത്രൂ ഒരുപാട് ട്രാഫിക് നമ്മുടെ സൈറ്റിലേക്ക് വരും. അപ്പോൾ ഈ സൈറ്റിലേക്ക് വരുന്ന ട്രാഫിക് ഡയറക്റ്റ് നമ്മുടെ സെയിൽ പേജിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആരൊക്കെ വന്നു അല്ലെങ്കിൽ എത്ര ആൾക്കാർ വന്നു അങ്ങനെ ഒരു കൗണ്ടോ കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല. പക്ഷെ നേരെ മറിച്ച് ആദ്യം നമ്മൾ അഡ്വർടൈസ് ചെയ്തത് നമ്മുടെ ലാൻഡിംഗ് പേജിലേക്കാണെന്ന് വിചാരിക്കാം. നേരിട്ട് നമ്മുടെ ലാൻഡിംഗ് പേജിലേക്കാണ് നമ്മൾ അഡ്വർടൈസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ വിസിറ്റേഴ്സ് ഒക്കെ തന്നെ ആദ്യം വരാൻ പോകുന്നത് നമ്മുടെ ലാൻഡിംഗ് പേജിലേക്കാണ്. അതായത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ലാൻഡിംഗ് പേജിലേക്കാണ്. നേരിട്ടിട്ട് ആ സെയിൽ പേജിലേക്ക് അവർ പോകുന്നില്ല. അപ്പോൾ ഈ ലാൻഡിംഗ് പേജിലേക്ക് എത്തുന്ന ആളുകൾ അല്ലെങ്കിൽ ആ വിസിറ്റേഴ്സിന് അവരുടെ ഡാറ്റ കളക്ട് ചെയ്യാനൊക്കെ നമുക്ക് ഈ ലാൻഡിംഗ് പേജ് ത്രൂ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അനുഭവം ഉണ്ടായിരിക്കും, നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് ഒരു പോപ്പപ്പ് ആദ്യമേ ഒരു നോട്ടിഫിക്കേഷൻ വരും നിങ്ങളുടെ മെയിൽ ID ചോദിച്ചുകൊണ്ട്.
അത് ചിലപ്പോൾ ഒന്നെങ്കിൽ സൈനപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ആഡ് ചെയ്യുന്ന ആർട്ടിക്കിളുകളൊക്കെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ആയിരിക്കും, ഫ്രീ ആയിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പോപ്പപ്പ് നമ്മുടെ മുൻപിലേക്ക് പല വെബ്സൈറ്റുകളും തരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ലാൻഡിംഗ് പേജിൻ്റെ മെയിൻ യൂസേജ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വിസിറ്റേഴ്സിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി ഇമെയിൽ. കാരണം ആ ഇമെയിൽ പിന്നീട് നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊഡക്റ്റിനൊക്കെ എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ ഈ ഒരു ഓഫർ പറഞ്ഞിട്ട് നമുക്ക് അവർക്ക് മെയിൽ അയക്കാൻ പറ്റും. ഇപ്പം ഇങ്ങനെ ഈ പ്രൊഡക്റ്റിന് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൽ അയക്കാൻ പറ്റും. അപ്പോൾ അത് കൂടുതൽ ലീഡ് ജനറേറ്റ് ചെയ്യാൻ കാരണമാവുമെന്നാണ് പറയുന്നത്. അത് എന്താണ് അങ്ങനെ പറയാൻ കാരണം, ഈ ലാൻഡിംഗ് പേജിലേക്ക് അഡ്വർടൈസ് ചെയ്ത് ഇവരെത്തിയിട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവരുടെ മെയിൽ ഐ ഡി കിട്ടിയിട്ടുള്ളത്. അതായത് ഈ കാറ്റഗറിയിൽ താല്പര്യമുള്ള വ്യക്തികളാണ് ഇവർ. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ ഈ പരസ്യം കണ്ടപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക, നമ്മുടെ പ്രൊഡക്റ്റിന്റെ പരസ്യം കണ്ട സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിക്കിളുടെ പരസ്യം കണ്ട സമയത്ത്. അപ്പൊ ഓൾറെഡി ഈ ഒരു കണ്ടന്റ് അറിയാൻ, ഈ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആ ഒരു നിഷിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ഒരാളുടെ മെയിൽ ഐ ഡി ആണത്. അപ്പൊ അത് നമുക്ക് ഒരു താല്പര്യമില്ലാത്ത, ഞാൻ കുറച്ച് മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു താല്പര്യമില്ലാത്ത 1000 ആളുകളുടെ മുൻപിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കാണിക്കുന്നതിനേക്കാൾ പകരം കുറച്ചെങ്കിലും താല്പര്യമുള്ള 100 ആളുകളുടെ മുന്നിലേക്ക് കാണിക്കുന്നതാണ്. കാരണം അതിൽ നിന്നാണ് കൂടുതൽ കൺവേർഷൻ വരാനുള്ള ചാൻസ് ഉള്ളത്, കൂടുതൽ ലീഡ് ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ ലാൻഡിംഗ് പേജ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കും, നിങ്ങൾ ഏതെങ്കിലും സൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ഫ്രീ ആയിട്ട് തരാം. പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രൊഡക്റ്റുകളായിരിക്കില്ല, മെയിൻലി ഇ ബുക്കുകൾ തന്നെ ആയിരിക്കും. ഉദാഹരണത്തിന് നിങ്ങളെ റെസിപ്പി ഒക്കെ നോക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം, കുക്കിംഗ് ബ്ലോഗൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബ്ലോഗ് വായിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് ഒരു പോപ്പപ്പ് വരികയാണ്. അപ്പോൾ പോപ്പപ്പിൽ പറയുന്നത് ഒരു 10 ഡിഷസിൻ്റെ, അതായത് പുതിയ ഒരു 10 ഡിഷിൻ്റെ റെസിപ്പി അടങ്ങുന്ന ഒരു ഇ ബുക്ക് നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി ചോദിക്കുകയാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കും. ഓക്കെ, മെയിൽ ഐ ഡി കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, അതിൻ്റെ ഓണേഴ്സിന്, അതായത് ആ പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ ഓണേഴ്സിന് നമ്മുടെ മെയിൽ ഐ ഡി കിട്ടി. അതായത് ഞാൻ ആ റെസിപ്പി ബുക്കിൽ താല്പര്യമുള്ള ഒരാളാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഓക്കെ, പിന്നീട് കുക്കിംഗ് ക്ലാസ്സുകളോ അല്ലെങ്കിൽ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നിലേക്ക് അവർക്ക് എന്ത് ചെയ്യാം, ആ കണ്ടന്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഓൾറെഡി അതിൽ താല്പര്യമുള്ള ഒരാളാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡാറ്റ കളക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ലാൻഡിംഗ് പേജ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സെയിൽ പേജ് എന്താണെന്നുള്ളത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിൽ പേജ് എന്താണെന്നുള്ളത് ആദ്യം തന്നെ നമ്മുടെ ഈ വീഡിയോ സീരീസിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ക്ലിക്ക് ബാങ്കിന്റെ മാർക്കറ്റ് പ്ലേസ് എടുത്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് സെയിൽ പേജ് എന്നുള്ളത്. നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ളതും അതുപോലെ ടെസ്റ്റിമോണിയൽ റിവ്യൂസ് ഒക്കെ അടങ്ങുന്ന ആ ഒരു പേജാണ് ഇതിന്റെ സെയിൽ പേജ്. അവിടെ നിന്നാണ് ഈ കസ്റ്റമേഴ്സ് ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. ഓക്കെ, പിന്നെ ഞാൻ പ്രത്യേകം പറയുകയാണ്, എല്ലാ സെക്ഷനിലും അല്ലെങ്കിൽ എല്ലാ ട്രാഫിക്കിലും നമുക്ക് ലാൻഡിംഗ് പേജിന്റെ ആവശ്യം വരുന്നില്ല. ലാൻഡിംഗ് പേജ് എല്ലായിടത്തും ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ നേരത്തെ ഫേസ്ബുക്കിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബ് ത്രൂ ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ വീഡിയോ പിന്നീട് നിങ്ങളൊരു ലാൻഡിംഗ് പേജിലേക്ക് ആളുകളെ കൊണ്ടുപോകണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇമെയിൽ വേണമെന്നുണ്ടെങ്കിൽ, ഈ വിസിറ്റേഴ്സിന്റെ ഇമെയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാൻഡിംഗ് പേജിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത് നല്ലത് തന്നെയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോ തന്നെ നിങ്ങളുടെ ലാൻഡിംഗ് പേജായി കണ്ടുകൊണ്ട് ആളുകളെ നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കിലേക്ക്, സെയിൽസ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ സ്മാർട്ട് ഫോണിന്റെ ഉദാഹരണത്തിൽ കണ്ടു, ആ മൊബൈൽ ഫോണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് അതിനെക്കുറിച്ച് അറിയുന്ന ഒരാൾക്കാണ് അത് കൂടുതലായിട്ട് എഴുതാൻ സാധിക്കത്തുള്ളൂ. അപ്പം അങ്ങനെ നമുക്കും ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന നിഷ് എന്താണോ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ₹1 പോലും കൊടുക്കാതെ നമുക്കൊരു ഫ്രീ വെബ്സൈറ്റും തുടങ്ങിയിട്ട് ആ സൈറ്റിലേക്ക് നമ്മുടെ ഈ കണ്ടന്റുകൾ ആഡ് ചെയ്തിട്ട് ആ കണ്ടന്റിന്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ അഫിലിയേറ്റ് ലിങ്കുകൾ കൊടുക്കണം. എന്നിട്ട് അങ്ങനെ വേണം നമ്മുടെ വിസിറ്റേഴ്സിനെ നമ്മുടെ സെയിൽസ് പേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കാൻ പോകുന്നത്, എങ്ങനെ നമുക്കൊരു ഫ്രീ വെബ്സൈറ്റ് തുടങ്ങാം, അതുപോലെ ഫ്രീ ആയിട്ട് തന്നെ എങ്ങനെ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അതുപോലെ ഫ്രീലാൻസിങ്, ബ്ലോഗിംഗ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഈ വീഡിയോയുടെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനിങ്, അത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനാണെന്നുണ്ടെങ്കിലും അതുപോലെ ഫ്രീലാൻസിങ്ങിനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനിങ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, പേഴ്സണൽ മീൻസ് സൂമിലൂടെ വന്നിട്ടുള്ള ലൈവ് നിങ്ങൾക്ക് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള സെക്ഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.